8ാം ക്ലാസ്സുകളിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, കൊച്ചു കൂട്ടുകാർക്ക് ഹിന്ദി വർത്തമാനത്തിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ ഹിന്ദി പുസ്തകത്തിലെ പാഠഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വർത്തമാനം പറയാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഒത്തുകൂടുന്നത്. 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠത്തെക്കുറിച്ചും 2ാമത്തെ പാഠത്തെക്കുറിച്ചുമൊക്കെ ഇതിനോടകം പല ദൃശ്യമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒരുപാട് നോട്ടുമൊക്കെ എഴുതിയിട്ടുണ്ടാവും, ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ജൂൺ മാസം കഴിഞ്ഞല്ലോ, ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠങ്ങളുടെയൊക്കെ ആകെ തുക നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ വിനീതമായ ആഗ്രഹം. 10ാം ക്ലാസ്സിലെ ചേട്ടന്മാർക്ക് വേണ്ടിയും 9ാം ക്ലാസ്സിലെ ചേട്ടന്മാർക്ക് വേണ്ടിയും ഒക്കെ ഇതുപോലെ വീഡിയോ ചെയ്തു. അപ്പോൾ 8ലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഒരു വീഡിയോ ചെയ്യണമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ ക്ലാസ്സൊന്നുമല്ല, ഒരു ഹിന്ദി അധ്യാപകനായി നിങ്ങളോട് ഇതിനെക്കുറിച്ചൊക്കെ അല്പം ഒന്ന് സംസാരിക്കാൻ വന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 5ലും 6ലും 7ലും ഹിന്ദി പഠിച്ചിട്ടാണ് നമ്മൾ വന്നത്. ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല. ഹിന്ദി അക്ഷരങ്ങളെല്ലാം നല്ലപോലെ ഉറച്ചു. വാക്കുകളൊക്കെ ചേർത്ത് വാചകങ്ങൾ വായിക്കാൻ ഇപ്പോൾ നമുക്കറിയാം. ചെറിയ വാചകങ്ങൾ എഴുതാൻ നമുക്കറിയാം. മേ ലഡ്കാഹും, മേ ലഡ്കി ഹും, മേ സ്കൂൾ ജാത്താഹും, ബഹു മേരാ സ്കൂൾ ഹെ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ വാചകങ്ങളൊക്കെ നമുക്ക് എഴുതാൻ അറിയാം. അത് മതി. പതുക്കെയാണല്ലോ നമ്മൾ മുമ്പോട്ട് നടക്കാൻ പഠിക്കുന്നത്. 8ാം ക്ലാസ്സിലെ ഹിന്ദി പുസ്തകം നിങ്ങൾ ഇതുവരെ പഠിച്ചു വെച്ചതിനൊക്കെ സ്പീഡ് നൽകാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പാഠപുസ്തകമാണ്. മാത്രമല്ല, ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് വിശ്വപൗരനായി, വിശ്വമാനവനായി വളരുന്നതിനുള്ള ഉപദേശങ്ങളും മാതൃകകളെ പരിചയപ്പെടുത്തലുമൊക്കെയുള്ള കവിതകളും കഥകളും നാടകങ്ങളും നല്ല ചിത്രങ്ങളോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും എത്താനുള്ളത് എത്തുക. അപ്പോൾ വളരെ ആഹ്ലാദഭരിതമായ മനസ്സോടുകൂടിയാണ് നമ്മൾ 8ാം ക്ലാസ്സിൽ ഹിന്ദി പാഠപുസ്തകം തുറക്കുക. ഹിന്ദി പാഠപുസ്തകം അങ്ങനെ തുറക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇതാണല്ലോ, തേനീച്ചകൾ പുസ്തകച്ചിറകുകളും വെച്ചുകൊണ്ട് പറന്ന് നീങ്ങുന്നത് പോലെയുള്ള ഒരു ചിത്രം. ഈ ചിത്രത്തോടു കൂടിയാണ് നമ്മുടെ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം തുറക്കപ്പെടുന്നത്. എന്തിനായിരുന്നു ആദ്യം അങ്ങനെ ഒരു പടം നമുക്ക് തന്നത്? എന്ത് കാര്യമാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? പരീക്ഷയ്ക്ക് എന്തെങ്കിലും ചോദ്യം അതിൽ നിന്നും ഉണ്ടാകുമോ? പരീക്ഷയൊക്കെ 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ കാര്യം. നമ്മൾ എന്തിനാ ഒരു ഭാഷ പഠിക്കുന്നേ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എന്തുമാത്രം അതിഥി തൊഴിലാളികളൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ പലപ്പോഴും പല ജോലികൾക്കും വരുന്നത് ആ സഹോദരങ്ങളാണ്. അവരോട് സംസാരിക്കാൻ നമുക്ക് ഹിന്ദി വേണ്ടേ? ഹിന്ദി പഠിച്ചതുകൊണ്ട് കേരളത്തിന് പുറത്ത് വടക്കേ ഇന്ത്യയിൽ എത്രയോ കുട്ടികൾക്കാണ് നല്ല ഒന്നാന്തരം ജോലി കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ സിവിൽ സർവീസിൻ്റെ IASൻ്റെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ പോലും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ IASൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ പോലും ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഹിന്ദി ഭാരതത്തിൻ്റെ 97% പ്രദേശങ്ങളിലും സഞ്ചരിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും ഒക്കെയായി നമുക്ക് ഏറെ നമ്മളെ സഹായിക്കുന്ന ഭാഷയാണല്ലോ ഹിന്ദി. അപ്പോൾ ആ ഭാഷയാണ് നമുക്ക് പഠിക്കേണ്ടത്. പരീക്ഷയൊക്കെ 1ാൻ്റെയും 2ാൻ്റെയും 3ാൻ്റെയും എന്നൊക്കെ പറഞ്ഞാൽ അതതിൻ്റെ വഴിക്ക് നടന്നോളൂ. അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. ഭാഷ കൈവശം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭാഷയിൽ എന്ത് ചോദിച്ചാലും എഴുതുന്നതിന് വല്ല ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഭാഷ ചെറുതിൽ നിന്നും വലുതിലേക്ക് ഇങ്ങനെ പഠിച്ചു പോകുന്നതിലുള്ള 5, 6, 7 4ാമത്തെ സ്റ്റെപ്പ് 8ാം ക്ലാസ്സിൽ നമ്മൾ വന്നിരിക്കുന്നു. നമ്മുടെ പുസ്തകം ഇങ്ങനെ തുറക്കപ്പെടുകയാണ്. ये किसका चित्र है? आपने कई वीडियो देखे हैं, कई कक्षाएं आपने देखी हैं. പല ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു, പല വീഡിയോകൾ നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ 1ാമത്തെ പേജിൽ കണ്ട ജീവി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. തേനീച്ചയാണ്. ചേട്ടാ, 8ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ആദ്യത്തെ പാഠം തേനീച്ച വളർത്തൽ പഠിപ്പിക്കാൻ വേണ്ടിയാണോ തന്നിരിക്കുന്നത് എന്ന് ചിന്തിച്ച ചില പുള്ളികളെങ്കിലും ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ പിള്ളേരല്ലേ, വൻ പുള്ളികളല്ലേ. ഒന്നുമല്ല മക്കളെ, തേനീച്ചയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ 1ാം ചിത്രമായി, ചിത്രവായനയ്ക്കായി നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ആ ജീവിയും തമ്മിൽ എന്തൊക്കെയോ ചില കണക്ഷൻസ് ഉണ്ടല്ലോ. आप जानते हैं मधुमक्खी का काम क्या है?
मधुमक्खी, हनी बी के लिए ഹിന്ദി ശബ്ദ ഹേ മധുമക്ഖി. മധു തേൻ, തേനിൻ്റെ ഒരു പര്യായമാണല്ലോ മധു. മധുമക്ഖി അതാണ് തേനീച്ച. मधुमक्खी मधु क्यों बनाती हैं, कैसे बनाती हैं, मधुमक्खी मधु बनाने के लिए कितनी मेहनत करती हैं. ऐसे वैसे विषयों पर चिंता जब हम करते हैं तब हम समझ सकते हैं कि विद्यार्थी और मधुमक्खी के बीच में सुदृढ़ संबंध है. ഈ പടം നമ്മളെ കാണിച്ചുകൊണ്ട് ക്ലാസ്സിലായിരുന്നെങ്കിൽ അധ്യാപകൻ നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചർ നമ്മളോട് ചോദിക്കും, കോൺ ഹേ ഇസ്മേ, എന്താണ് ഈ ചിത്രത്തിൽ? ഉടനെ നിങ്ങൾ ഉത്തരം പറയും തേനീച്ച, ഹണിബി എന്നൊക്കെ പറയും. ഒടുവിൽ ടീച്ചർ മധുമക്ഖി ആണ് ഹിന്ദി എന്ന്, ഹണിബിയുടെ ഹിന്ദി എന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്കത് ക്ലിയറായി. ഹിന്ദി മധുമക്ഖി എന്ന് പറഞ്ഞാൽ തേനീച്ച. ടീച്ചർ രണ്ടാമത് ചോദിക്കും, കിസ്കേ ലിയേ മധുമക്ഖി മധു സഞ്ചിത് കർത്തി ഹെ. എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ് തേനീച്ച മധു സംഘടിപ്പിക്കുന്നത്? അപ്പനേലിയെ, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പം ന്യായമായും അടുത്ത ചോദ്യം വരും, കേവൽ അപ്പനേലിയെ, തനിക്ക് വേണ്ടി മാത്രമാണോ ഒരു തേനീച്ച തേൻ നിർമ്മിച്ചെടുക്കുന്നത്? നഹി. അപ്പനേലിയെ ഹി നഹിയും അപ്പനെ സമൂഹ കേലിയെ ഭി ഹെ. തൻ്റെ കൂടെ ഉള്ളവർക്ക് കൂടി വേണ്ടിയാണ്. ഈ തേനീച്ചക്കൂട്ടിൻ്റെ അത് ജീവശാസ്ത്രം പഠിപ്പിക്കുന്ന ടീച്ചർ അതിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞു തരും. അതിൻ്റെ കൂടെ കൂടുതൽ തേൻ നിറയ്ക്കാൻ വേണ്ടി പ്രത്യേക കോണുകളോടുകൂടി തേനീച്ച കൂട് നിർമ്മിക്കുന്നതൊക്കെ ടീച്ചർ പറഞ്ഞു തരും. ഇവിടെ മധുമക്ഖി മധു സഞ്ചിത് കർത്തി ഹെ കേവൽ അപ്പനെ ലിയെ ഹി നഹീം സാഥിയോം കെ ലിയെ ഭി ഹെ. കൂട്ടുകാർക്കും കൂടി വേണ്ടിയാണ്. കാരണം ഇതിനകത്ത് ഈ മടിയനീച്ച എന്നൊക്കെ പറയുന്ന പുള്ളികളുണ്ടേ. ആണുങ്ങളുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷം പേരും ഈ തേനീച്ച സമൂഹത്തിൽ മടിയന്മാരാണ്. അതുകൊണ്ടാണല്ലോ തേനീച്ചക്കൂട്ടിൽ രാജാ നഹീം റാണി ഹെ, തേനീച്ചയുടെ റാണി എന്നാണ് പറയുന്നത്. ഈ റാണിയുടെ സേവികമാർ ഈ പെൺ തേനീച്ചകളാണ്. അതുങ്ങളാണ് കിടന്ന് കഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ തനിക്ക് വേണ്ടി മാത്രമല്ല, अपने साथियों के लिए भी मधुमक्खी मधु संचित करती है. संचित करती है, संचित करना माने സമാഹരിക്കുക. വിവിധ പൂവുകളിൽ പോയി പൂമ്പൊടി ശേഖരിച്ച് കൂട്ടിൽ കൊണ്ടുവന്ന് അതിനൊരു പ്രത്യേക അറകളിൽ ശേഖരിച്ച് തൻ്റെ ചിറക് കൊണ്ട് തന്നെ അതിനെ വീശി തണുപ്പിച്ച് ശുദ്ധീകരിച്ച് ഏറ്റവും നറുതേനാക്കി തേനീച്ച മാറ്റുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പഹലാ ക്വസ്റ്റ്യൻ, പഹലാ പ്രശ്ന, ക്വസ്റ്റ്യൻ അതിൻ്റെ ഹിന്ദി പ്രശ്നം എന്നാണ്. നമ്മുടെ മലയാളത്തിലെ പ്രശ്നമല്ല. പലർക്കും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടുമ്പം പല പ്രശ്നമായിട്ട് തോന്നാം, പക്ഷേ ഇതല്ല. ക്വസ്റ്റ്യൻ എന്നുള്ളതിന് ഹിന്ദി വേർഡാണ് പ്രശ്നം. तो पहला प्रश्न यह था, किसके लिए मधुमक्खी मधु संचित करती हैं. ആർക്ക് വേണ്ടിയാണ് തേനീച്ച തേൻ സമാഹരിക്കുന്നത്? अपने लिए है, लेकिन केवल अपने लिए ही नहीं, बाकी साथियों के लिए भी है. തനിക്ക് വേണ്ടിയും, തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി തേനീച്ച തേൻ സമാഹരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തൊരു ചോദ്യം നമ്മളോട് ചോദിക്കും, क्या आज और कल के लिए ही मधुमक्खी मधु संचित करती है? क्या आज और कल के लिए ही, ഇന്നത്തെ കാര്യവും പിന്നെ നാളത്തേടൂ, ഇതിനു വേണ്ടി മാത്രമാണോ തേനീച്ച തേൻ ശേഖരിച്ചു വെക്കുന്നത്? ഇന്ന് എന്തെങ്കിലും ഒന്ന് അത്താഴം കഴിച്ചു കിടക്കണം, നാളെ രാവിലത്തെ കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, അത്താഴം, ഇതിനു വേണ്ടി മാത്രമാണോ തേനീച്ച തേൻ സമാഹരിച്ചു വെക്കുന്നത്? അല്ല. മധുമക്ഖി ദീർഘകാൽ കേ ലിയേ മധു സഞ്ചിത് കർത്തി ഹൈ. ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, കരുതലായിട്ടാണ് തേനീച്ച തേൻ ശേഖരിച്ചു വെക്കുന്നത്. അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മളോട് ടീച്ചർ ചോദിക്കുക, മധുമക്ഖി മധു കൈസേ സംഗ്രഹ കർത്തി ഹൈ. മധുമക്ഖി മധു കൈസേ സംഗ്രഹ കർത്തി ഹൈ. തേനീച്ച തേന് എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? പൂമ്പൊടിയാണെന്ന് നമുക്കറിയാം, പൂമ്പൊടി കൊണ്ടുവന്ന് വേണം തേനാക്കി മാറ്റാൻ. ഏക് മധുമക്ഖി മധു കൈസേ സംഗ്രഹ കർത്തി ഹൈ. ഹം ക്യാ ഉത്തർ ബതായെങ്കെ, ഹമാരെ പാസ് ക്യാ ഉത്തർ ഹൈ ഇസ് പ്രശ്ന കെ ലിയേ. എന്ത് ആൻസർ നമ്മൾ കൊടുക്കും? എങ്ങനെയാണ് തേനീച്ച തേനുണ്ടാക്കുന്നത്? ചുമ്മാ പറന്നങ്ങോട്ട് ചെല്ലുന്നു, ഒരു പൂങ്കലയുടെ മണ്ടയ്ക്കോട്ടിരിക്കുന്നു, പഞ്ചായത്ത് കിണറ്റിൽ നമ്മൾ വെള്ളം കോരിക്കൊണ്ട് വരുന്ന പോലെ കുറേ തേനും കോരിക്കൊണ്ട് ഇഞ്ഞ് പോരുന്നു, അങ്ങനെയാണോ?
1 ലിറ്റർ തേൻ ഉണ്ടാകണമെങ്കിൽ ഒരു തേനീച്ച ഏറ്റവും കുറഞ്ഞത് 4 കോടി പൂവിൽ പോകണം. 1 ലിറ്റർ, നമ്മൾ പള്ളിക്കൂടത്തിൽ വാട്ടർ ബോട്ടിൽ വെള്ളം കൊണ്ടുപോകല്ലോ 1 ലിറ്ററിൻ്റെ, അങ്ങനെ 1 ലിറ്റർ തേൻ ഉണ്ടാകണമെങ്കിൽ ഒരു തേനീച്ച കുറഞ്ഞത് 4 കോടി പൂവുകളിൽ പോയി പരാഗം കൊണ്ടുവരണം. കഠിന മേഹനത്ത് സേ, കഠിന പരിശ്രम से मधुमक्खी मधु संचित करती हैं. കരോടോം ഫൂലോം സേ പരാഗ് ലേക്കർ, കോടാനുകോടി പൂക്കളിൽ നിന്ന് തേൻ കൊണ്ടുവരാനുള്ള പരാഗം, തേൻ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പരാഗവുമായി മധുമക്ഖി വരുന്നു. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെന്നാൽ നമ്മുടെ ഒന്നാമത്തെ ഈ പാഠത്തിൽ ഈ പുള്ളിക്കാരൻ ചെയ്യുന്നത് എന്താണ്? मधुमक्खी कठिन परिश्रम से मधु संचित करती हैं. मधुमक्खी केवल अपने लिए नहीं साथियों के लिए भी मधु संचित करती हैं. मधुमक्खी केवल आज और कल के लिए नहीं दीर्घकाल के लिए मधु संचित करती है. दीर्घकाल के लिए मधुमक्खी मधु संचित करती है. ഇന്നത്തെ നാളത്തെയും കാര്യം മാത്രം നടന്നാൽ പോരാ. നമ്മുടെ മനുഷ്യർ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. എങ്ങനെയും ഇന്നത്തെ അത്താഴം, പിന്നെ രാവിലത്തെ കാര്യം രാവിലെ, അങ്ങനെ. പക്ഷേ മധുമക്ഖി അങ്ങനല്ല. മധുമക്ഖി ദീർഘകാൽ കേലിയെ മധു സഞ്ചിത് കർത്തി. ഇങ്ങനെയെല്ലാം നിർമ്മിച്ചെടുക്കുന്ന തേൻ ഇപ്പം സ്ക്രീനിൽ കൂടെ ആയിപ്പോയി. ക്ലാസ്സിലായിരുന്നെങ്കിൽ നമുക്ക് ഒരു തുള്ളി തേൻ അങ്ങോട്ട് കയ്യിലോട്ട് ഒഴിക്കുന്നു, നമ്മൾ വെക്കുന്നു, എങ്ങനൊരു പിടി പിടിക്കുന്നു. മധു കിത്തന മീഠാ ഹോത്താ ഹൈ, കിത്തന മീഠാ ഹൈ മധു. मधु के अन्य गुण क्या क्या हैं? ഔഷധ് ഹേ മധു, ഒരു ഒന്നാം തരം മരുന്നാണ്. തീപ്പൊള്ളലൊക്കെ ഉണ്ടായെടുത്ത് ഒന്ന് തൂത്താൽ മാത്രം മതി. ഔഷധ് ഹേ മധു, ദോഷഹീന വസ്തു ഹേ, യാതൊരു കളങ്കവുമില്ലാത്ത, യാതൊരു കുറവുമില്ലാത്ത, യാതൊരു ദോഷവുമില്ലാത്ത വസ്തുവാണ് മധു. സാരേ സമൂഹ കേ ലിയേ ഉപയോഗി ഹേ, എല്ലാ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന ഒരു വസ്തുവാണ് തേൻ. ആരേത് ജാതി മത വിഭാഗങ്ങളിൽ സാമ്പത്തികമായി മുന്നിൽ നിന്നാലും പിന്നിൽ നിന്നാലും എങ്ങനെയൊക്കെ നിന്നെന്ന് പറഞ്ഞാലും ജാതി മതഭേദങ്ങളൊന്നുമില്ലാതെ സർവ്വജനങ്ങൾക്കും ഔഷധമായി സ്വീകരിക്കാവുന്ന ഒരു വസ്തുവാണ് തേൻ. പീഠിയോം കോ ദേ സക്താ ഹൈ, പീഠി എന്ന് പറഞ്ഞാൽ തലമുറയാണ്, ജനറേഷൻ. നയി പീഠി, ന്യൂ ജനറേഷൻ ഇഷ്ടം പോലെ കേൾക്കുന്നില്ലേ, അതാണ് നയി പീഠി. പീഠിയോം കോ ദേ സക്താ ഹൈ മധു. അച്ഛനാണ് തേനെടുത്ത് വെച്ചത്, അത് മോൻ ഉപയോഗിക്കാം, മോൻ്റെ മോൻ ഉപയോഗിക്കാം, ഒരു കേടും കൂടാതെ അവിടെ അങ്ങനെ അതിരുന്നോളൂ. പഴകും തോറും വാസ്തവത്തിൽ അതിൻ്റെ ഗുണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ചാഹ് ബഠാനെ വാലി വസ്തു ഹൈ, ചാഹ് ബഠാനെ വാലി, ആഗ്രഹം ഉണ്ടാക്കുക. പിന്നെ ഇച്ചിരൂടെ കിട്ടിയിരുന്നെങ്കിൽ, ശകലം കൂടെ കിട്ടിയിരുന്നെങ്കിൽ, സാറെ ഒഴിച്ചപ്പോൾ എൻ്റെ ഈ വിരളയിലേ വീണുള്ളൂ, ഇത്രയും വിരളയിലും കൂടെ ഒന്ന് ഒഴിക്കാമോ? ഇങ്ങനെ ചാഹ് ബഠാനെ വാലി വസ്തു ഹേ മധു. कठिन मेहनत से मधुमक्खी मधु संचित करती हैं. इस मधु के अनेक गुण होते हैं. मीठा है, औषध है, दोषहीन वस्तु है, सारे समूह के लिए उपयोगी वस्तु है, पीठियों को दे सकता है और सभी को चाक बैठाने वाली वस्तु है. അപ്പം ന്യായമായിട്ട് നമ്മൾ തേനീച്ചയെക്കുറിച്ചൊരു പാട്ട് പാടണമല്ലോ. कौन बनाते हैं मधु देखो मैं जानता हूँ मधुमक्खी, कौन बनाता है मधु देखो मैं जानता हूँ मधुमक्खी, रात दिनों में काम करती है पाती है वे मीठापन, रात दिनों में काम करती है पाती है वे मीठापन. പകൽ അധ്വാനിച്ച് പകൽ മുഴുവൻ പറന്ന് ഈ പൂമ്പൊടിയെല്ലാം കൊണ്ടുവന്ന് രാത്രികാലത്തും അറയിലിരുന്ന് അധ്വാനിച്ചത് തേനീച്ച തേൻ മാറ്റിയെടുക്കുന്നു. तो हमें सोचना है कि ये मधुमक्खी और विद्यार्थी के बीच में क्या संबंध है. ഇങ്ങനെയെല്ലാം മധുരതരമായ തേൻ നമുക്കുണ്ടാക്കി തരുന്ന തേനീച്ചയും നമ്മൾ വിദ്യാർത്ഥികളും തമ്മിൽ ക്യാ സംബന്ധം ഹെ, എന്താണ് തേനീച്ചയും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം? എന്തിനാണ് പാഠപുസ്തകത്തിൽ ഇത്രയെല്ലാം മഹത്തരമായ തേൻ നിർമ്മിക്കുന്ന തേനീച്ചയുടെ ചിത്രം പുസ്തക ചിറകുമൊക്കെ വെച്ചു കൊടുത്ത് നമുക്ക് തന്നിരിക്കുന്നത്? നമുക്കിതൊന്ന് താരതമ്യം ചെയ്താൽ മതി. മനസ്സിനെ 2 കോളമാക്കുക. ഇടത്തെ കോളത്തിന് ഹെഡിങ് മധുമക്ഖി എന്നെഴുതുക,
വലത്തെ കോളത്തിൻ്റെ ഹെഡിങ് വിദ്യാർത്ഥി എന്നെഴുതുക, അല്ലെങ്കിൽ ഹം എന്നെഴുതുക, നമ്മൾ എന്നെഴുതുക. അപ്പോൾ മധുമക്ഷി ചെയ്തതും നമ്മൾ ചെയ്യേണ്ടതും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കേ. मधुमक्खी कठिन परिश्रम से मधु संचित करती है, उसी प्रकार हमको भी कठिन परिश्रम से ज्ञान को संचित करना है. We have to collect the knowledge. मधुमक्खी जिस प्रकार कठिन मेहनत से मधु संचित करती है, उसी प्रकार हमको भी कठिन परिश्रम से ज्ञान का अर्जन करना है. നമുക്ക് അറിവ് നേടണം. ചുമ്മാതിരുന്ന അറിവ് കിട്ടത്തില്ല. തേനീച്ച കൂട്ടിൽ വെറുതെ കുത്തിയിരുന്നാൽ ഇത്രത്തോളം മധുരതരമായ തേനുണ്ടാകുമോ? അപ്പോൾ എന്താണ്, മധുമക്കിയെ ഇടത്ത് കോളത്തിലോട്ട് എഴുതുക, വലത്ത് കോളത്തിൽ വിദ്യാർത്ഥിയെ ഒന്ന് മനസ്സിൽ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. മധുമക്കി കഠിന പരിശ്രമ സേ മധു സഞ്ചിത് കർത്തി ഹേ. വിദ്യാർത്ഥിയോ പരിശ്രമ സേ ജ്ഞാൻ ഗ്രഹൺ കർണാ ഹേ. വിദ്യാർത്ഥി എന്ത് ചെയ്യണം? ഈ മധുമക്കിയെ പോലെ തന്നെ കഠിന പരിശ്രമത്തിലൂടെ ജ്ഞാനം നേടണം. 2. मधुमक्खी सहजीवियों की भलाई के लिए भी मधु संचित करती है. തൻ്റെ കൂടെ ഉള്ളവരുടെ നന്മ കൂടി കണക്കാക്കിയാണ് ഓരോ തേനീച്ചയും പൂമ്പടി ശേഖരിച്ച് അറയിൽ കൊണ്ടുവന്നത് തേനാക്കി മാറ്റുന്നത്. അതുപോലെ ഹമാര ജ്ഞാനാർജൻ ഭി ദൂസറോം കി ഭലായി കെ ലിയേ ഹോനാ ഹേ. നമ്മൾ നേടുന്ന എല്ലാ അറിവും മറ്റുള്ളവരുടെ നന്മയ്ക്ക് കൂടി വേണ്ടിയുള്ളതാവണം. MBBS ഒക്കെ പഠിച്ച് ഡോക്ടറായി എന്ന് കരുതി കരുണയും സ്നേഹവും നന്മയും മനസ്സിലില്ലാത്ത ഡോക്ടറാണെങ്കിൽ കാലയിൽ ആണി കൊണ്ടിട്ട് ചെല്ലുന്നവൻ്റെ കാല് ചിലപ്പോൾ മുറിച്ച് കളയും. എന്നാൽ കാല് മുറിച്ചു കളയേണ്ട അസുഖവുമായിട്ട് ചെല്ലുന്നവനെ പോലും തഴുകി തലോടി ആശ്വസിപ്പിച്ച് വെച്ച് കെട്ടി സ്നേഹമായ സമീപനം കൊണ്ട് ആ രോഗം ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണമായും സുഖപ്പെടുത്തുന്ന സ്നേഹനിധികളായ ഡോക്ടർമാരുമില്ലേ? അപ്പോൾ മധുമക്ഖി സഹജീവിയോं की भलाई के लिए मधु संचित करती है. ഹമാര ജ്ഞാനാർജൻ ഭി ദൂസറോം കി ഭലായി കെ ലിയേ ഹോനാ ഹൈ. മറ്റുള്ളവരുടെ നന്മ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമേ ഏതറിവും നമ്മൾ നേടാം. ഒരുത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള അറിവല്ല നമ്മൾ നേടേണ്ടത്, ലോകത്തിനാകെയും ഹിതകരമാകുന്ന. അബ്ദുൽ കലാംജി എന്തോരറിവുള്ള മഹാമനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ ഏറ്റവും ഒടുവിൽ ഏറ്റവും നന്നായി കേട്ട പേരാണല്ലോ APJ അബ്ദുൽ കലാംജിയുടേത്. അറിവിൻ്റെ നിറകുടമായിരുന്നില്ലേ? മനുഷ്യരുടെ മുഴുവൻ നന്മയല്ലേ ആഗ്രഹിച്ചത്? എത്രയോ കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു. എത്ര പുസ്തകങ്ങൾ, എത്ര പ്രഭാഷണങ്ങൾ. അപ്പം നമ്മൾ നേടുന്ന ഓരോ അറിവും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാകണം. തേനീച്ച തേൻ അങ്ങനെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് സ്വീകരിച്ചുണ്ടാക്കുന്നത്. ദീർഘകാൽ കെ ലിയേ മധുമക്ഖി മധു സഞ്ചിത് കർത്തി ഹേ, ജ്ഞാനാർജൻ ഭി ചിരകാൽ കെ ലിയേ ഹോനാ ഹേ. ഇന്നത്തെ കാര്യം മാത്രം സാധിക്കാനല്ല തേനീച്ച തേൻ കളക്ട് ചെയ്ത് പൂമ്പൊടി ശേഖരിച്ചുണ്ടാക്കുന്നത്. അതുപോലെ അറിവ് ദീർഘകാൽ കെ ലിയേ ചിരകാൽ കെ ലിയേ അർജിത് കർണാ ഹേ. നമ്മൾ നേടുന്ന ഓരോ അറിവും ഇപ്പോൾ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയുള്ളതായിരിക്കരുത്. അതാണ് ഞാൻ പറയുന്നത്, ഒരു പോസ്റ്റർ എഴുതാൻ, ഒരു ഡയറി എഴുതാൻ, ഒരു വാർത്താലാപം എഴുതാനൊക്കെ ഇന്നത്തെ പരീക്ഷ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ടെസ്റ്റ് പേപ്പർ ഒന്ന് കഴിഞ്ഞ് കിട്ടിയോ ഇതിൻ്റെ ഇടപാട് തീരും, അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ തരുന്നതാണ് നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഈ പോസ്റ്റർ രചനയും ഈ എഴുത്തും ഈ ഡയറി എഴുത്തും ന്യൂസ് എഴുത്തും റിപ്പോർട്ട് എഴുത്തും ചിത്രം വരയും ഒക്കെ. നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ജോലികൾ നിങ്ങളൊക്കെ പഠിപ്പിച്ചുവിടെ എത്ര കുഞ്ഞുങ്ങളിപ്പം അത്തരം സിനിമാ രംഗത്തും ഒക്കെ ആയിട്ട് എന്തെല്ലാം ജോലികളിൽ ഇടപെട്ട് നിൽക്കുന്നു. പരസ്യ രംഗത്തും ഒക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളാണ് ഒരുപാട് മുൻ വിദ്യാർത്ഥികൾ. അപ്പോൾ അതുപോലുള്ള അവസരങ്ങൾ നമ്മളെയും കാത്തു നിൽക്കുന്നു. അപ്പോൾ നമ്മൾ നേടുന്ന ജ്ഞാനാർജൻ ഭി ചിരകാൽ കെ ലിയേ ഹോനാ ഹൈ. നമ്മൾ നേടുന്ന എല്ലാ അറിവും ദീർഘകാലത്തേക്കായിരിക്കണം. അപ്പോൾ 1 ലിറ്റർ തേനെടുക്കാൻ 4 കോടി പൂക്കളിൽ വരെ സഞ്ചരിക്കുന്ന തേനീച്ച ചെയ്യുന്ന കഠിന പരിശ്രമം, ആ കഠിന പരിശ്രമത്തിലൂടെ തേനുണ്ടാക്കുന്ന ആ തേനീച്ച തൻ്റെ സഹജീവികളുടെ നന്മ കൂടി ആഗ്രഹിക്കുന്നു. അതൊന്നാന്തരമായി അത് കാത്തു സൂക്ഷിച്ച് മറ്റുള്ളവരെയും അത് സമ്മാനിച്ച് സംരക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന തേൻ മധുരതരമാണ്, ഔഷധമാണ്, ദീർഘകാലം കേടുകൂടാതിരിക്കുന്നതാണ്, നിർമ്മലമാണ്, തലമുറകൾക്ക് പകർന്നു കൊടുക്കാനാവുന്നതാണ് എന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കഠിന പരിശ്രമത്തിലൂടെ നമ്മൾ നേടുന്ന അറിവ് കഠിന പരിശ്രമ സേ ജോ ജ്ഞാൻ മിൽത്താ ഹൈ വഹ് दूसरों की भलाई के लिए उचित ज्ञान ही हम ग्रहण करते हैं, उसका फल और चिरकाल के लिए उपयोगी ज्ञान ही हम अर्जित करते हैं, इसका रिजल्ट ये सब क्या होते हैं? കഷ്ടപ്പെട്ട് നമ്മൾ നേടുന്ന അറിവ്,
മറ്റുള്ളവരുടെ നന്മയ്ക്ക് കൂടി വേണ്ടി നാം നേടുന്ന അറിവ്, ദീർഘകാലം ഉപയോഗപ്പെടുത്താനായി നാം നേടുന്ന അറിവ്, ഇതും എങ്ങനെയുള്ളതായിരിക്കും? യഹ് ഭീ മധു കെ സമാൻ ഹി മീഠാ ഹേ, ഔഷധ് ഹേ, ദോഷഹീൻ ഹേ, സാരേ സമൂഹ കെ ലിയെ ഉപയോഗി ഹേ, പീഡിയോം കോ ദേ സക്താ ഹേ, ചാഖ് ബഠാനെ വാലി വസ്തു ഹേ. ഒരു ജ്ഞാനം, ഒരു ബുക്ക് വായിക്കുമ്പോൾ അടുത്തത് വായിക്കണമെന്ന് തോന്നുന്നു, ഒരു ചിത്രം കാണുമ്പോൾ അടുത്തത് കാണണമെന്ന് തോന്നുന്നു, ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിലിരിക്കണമെന്ന് തോന്നുന്നു. ചാഹ് ബഠാനെ വാലി ഏക് വസ്തു ഹേ യേ ജ്ഞാൻ ഭി. അതുപോലെ പീഠ്യവും ഗോദേ സക്താകെ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രയോ കാലം മുമ്പ് എൻ്റെ ഗുരുജനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാണ്. അവരിൽ എത്രയോ പേരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ അവർ പറഞ്ഞു തന്ന അറിവ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പകരുന്നു, നിങ്ങളത് അടുത്ത തലമുറകൾക്ക് പകരുന്നു, അവരത് അടുത്ത ഘട്ടത്തിലേക്ക് കൊടുക്കുന്നു. അപ്പം ഞാൻ പീഠീസേ പീഠിയോം കി ഓർ ഹം ദേ സക്തേ ഹേ. തലമുറയിൽ നിന്നും തലമുറകളിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഞാനെന്ന് പറയുന്നത്. പ്യാരെ ബച്ചോ, 8वीं कक्षा की हिंदी पुस्तक पहला पन्ना, चित्र मधुमक्खी का चित्र है. मधुमक्खी के समान कठिन मेहनत से हमें ज्ञान ग्रहण करना है. मधुमक्खी के समान दूसरों की सहायता के लिए, दूसरों की भलाई के लिए भी हमें ज्ञानार्जन करना है. मधुमक्खी के समान चिरकाल के लिए हमें ज्ञानार्जन करना है. ये ज्ञान जरूर मीठा होगा, ये ज्ञान जरूर औषध होगा, ये ज्ञान जरूर आपको आपकी सहायता में ये ज्ञान हमेशा आपके पास ही होगा. നിങ്ങളുടെ സഹായത്തിനായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടുകാരനെന്ന് പറഞ്ഞ ഏറ്റവും വലിയ സഹായി എന്ന് പറയുന്നത് അറിവാണ്. അങ്ങനെ അറിവിലേക്ക് നിങ്ങളെ ജാഗ്രതപ്പെടുത്തി, നിങ്ങളെ ഉണർത്തി നമ്മൾ ഹിന്ദി പാഠപുസ്തകത്തിലോട്ട് കയറുകയാണ്. ഒന്നാമത്തെ ആ ഒരു പടം വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യേണ്ടത് ഞാൻ മധു എന്ന് 2 ഹെഡിങ് എഴുതുക. एक तालिका में एक और ज्ञान शीर्षक देना है, दूसरी ओर मधु शीर्षक देना है, और उनके नीचे मधु के गुण क्या क्या होते हैं, वही गुण ज्ञान के भी होते हैं. एक इस यहाँ लिखता है, दूसरा वहाँ लिखता है. അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനവും മധുവും ഒരേപോലെ ഇരിക്കുന്ന 2 വസ്തുക്കളാണെന്ന് വ്യക്തമാകുന്ന ഒരു പട്ടിക കിട്ടും. അങ്ങോട്ടുള്ള പാഠങ്ങളിൽ നമുക്ക് ജ്ഞാനത്തിനെക്കുറിച്ച് പോസ്റ്ററും ലേഖനവും ഒക്കെ നമുക്ക് എഴുതാനുണ്ട്. അവിടെയൊക്കെ നമുക്ക് ജ്ഞാനവും മധുവും തമ്മിലുള്ള, തേനും തമ്മിലുള്ള ഈ സുദൃഢ ബന്ധം ഉറപ്പായും എഴുതാൻ കഴിയും. അതിനുള്ള പരിശ്രമം ഇന്ന് നിങ്ങൾ ചെയ്യുക. അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും സത്യത്തിൽ തേനീച്ചയുടെ ഒരു പടം പഠിക്കുന്നതിനടുത്ത് ഒട്ടിച്ച് വെക്കേണ്ടതാണ്. हर एक विद्यार्थी के लिए मधुमक्खी एक उत्तम उदाहरण है, कठिन परिश्रम का उदाहरण. कठिन परिश्रम का उत्तम उदाहरण है मधुमक्खी. और कठिन परिश्रम से जो मधुमक्खी संचित करती हैं, वह इस संसार के सबसे मीठी वस्तु भी होती हैं. അങ്ങനെ കഷ്ടപ്പെട്ടതുണ്ടാക്കുന്ന തേൻ ലോകത്തിലെ ഏറ്റവും മധുരതരമായ വസ്തുവാണ്, നിർമ്മല വസ്തുവാണ്. ഉസി പ്രകാർ कठिन परिश्रम से, कठिन मेहनत से जो ज्ञान हम अर्जित करते हैं, ये भी हमेशा मीठा होता है. ये भी चिरकाल के लिए आपकी सहायता में आपके पास रहेगा. तो ज्ञानार्जन मधु अर्जन के समान ही ज्ञानार्जन भी खुशी से, बड़ी मेहनत से आप कीजिए. इसका संदेश है इस चित्र में. ऐसा है तो कौन बनाता है मधु, देखो मैं जानता हूँ मधुमक्खी, रात दिनों में काम करती है, पाती है वे मीठापन മാധുര്യം. ഇങ്ങനെ മധുരം നിറയുന്ന മധുരതരമായ ഒരു വിദ്യാഭ്യാസ ജീവിതവും തുടർ ജീവിതവും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓരോ ഇക്കായിലെയും ഓരോ പാഠത്തിൻ്റെയും സാരം ഇങ്ങനെ നമുക്ക് തുടർ ക്ലാസ്സുകളിൽ തീർച്ചയായും ചർച്ച ചെയ്യാം. ധന്യവാദം.